നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് രണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ്. ഈ രണ്ടുപേരുടെയും പേര് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരാളുടെ പേര് മമ്പുറം തങ്ങൾ എന്നും മറ്റൊരാളുടെ പേര് ഇവിടെയുണ്ട്. അത് വാടപ്പുറം PK ബാവ എന്നുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മമ്പുറം തങ്ങൾ ആരാണെന്നും വാടപ്പുറം PK ബാവ ആരാണ് എന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ പരിശ്രമം നടത്തി നോക്കാം. അപ്പോൾ ഇവരെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന എൻ്റെ പേര് PS ശ്രീറാം എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാമെന്ന്. ഈ മമ്പുറം തങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് അദ്ദേഹം? ഇസ്ലാം നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ മമ്പുറം തങ്ങൾ എന്ന് പറഞ്ഞ ഈ വ്യക്തി. അദ്ദേഹം മുസ്ലിം നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1753 1844 ഈ കാലഘട്ടമാണ്. 1753 1844 കാലഘട്ടമാണ്. ആരുടെ കാലഘട്ടം? മമ്പുറം തങ്ങളുടെ കാലഘട്ടം. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാര്യം മറ്റൊന്നുമല്ല, മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള സമരങ്ങൾ, അതിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ശ്രേണിയിലാണ്. അങ്ങനെ നോക്കിയാൽ 1801 1807 ഒക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ചില സമരങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ മമ്പുറം തങ്ങൾ അത്തരത്തിലുള്ള ചില സമരങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നടന്ന ഒരു യുദ്ധം 1844 നടന്ന ചേരൂർ യുദ്ധമുണ്ട്. ചേരൂർ യുദ്ധം. ആ ചേരൂർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് പറ്റുകയും ചെയ്തു. വാളുകൊണ്ടോ മറ്റോ വെട്ട് കിട്ടിയ ഒരു മുറിവുണ്ടായി. ആ മുറിവിൽ അണുബാധയുണ്ടായിട്ടാണ് നമ്മുടെ മമ്പുറം തങ്ങളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ ജനന കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 1753 അതായത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? ഒരു 275 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം എന്താണെന്നും ആ ഒരു കാലഘട്ടം എന്താണെന്നും നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുകയാണ്. അങ്ങനെ 1753 1844 ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ ജീവിച്ച വ്യക്തിയാണ് നമ്മുടെ മമ്പുറം തങ്ങൾ. ഒരു മുസ്ലിം ആത്മീയ നേതാവായിരുന്നു ഇദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലല്ല, അദ്ദേഹം വിദേശത്ത് ജനിച്ചൊരു വ്യക്തിയാണ്. യമനിലാണ് ഇദ്ദേഹം ജനിച്ചത്. യമനിൽ ജനിച്ച വ്യക്തിയാണ് നമ്മുടെ മമ്പുറം തങ്ങൾ. അദ്ദേഹം യമനിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ മലബാറുകാരിയായിരുന്നു. മാതാവ് മലബാറുകാരിയും പിതാവ് അറബിയുമായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു 17 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിന്റെ മതപഠനവും മറ്റുള്ള പഠനങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം 17ാമത്തെ വയസ്സിൽ കോഴിക്കോട്ടേക്ക് വരികയാണ്. കോഴിക്കോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആത്മീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അതേപോലെ ചില പള്ളികളുണ്ട്, ദർഗകളുണ്ട്. ആ ദർഗകളിൽ അദ്ദേഹം ചുമതലക്കാരനായിട്ട് വരുന്നു. അങ്ങനെ ആത്മീയ നേതാവായിട്ട് മലബാറിലുള്ള മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവായിട്ട് ആര് വരികയാണ്? നമ്മുടെ മമ്പുറം തങ്ങൾ വരികയാണ്. ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെയുള്ള ജനത സമരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൃതി രചിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ മമ്പുറം തങ്ങൾ രചിച്ചൊരു കൃതിയുടെ പേരാണ് സെയ്ഫുൽ ബത്താർ എന്ന് പറഞ്ഞ കൃതിയുണ്ട്. സെയ്ഫുൽ ബത്താർ ആരെഴുതിയ കൃതിയാണ്? ഇത് മമ്പുറം തങ്ങൾ എഴുതിയ കൃതിയാണ്. സെയ്ഫുൽ ബത്താർ എന്ന് പറഞ്ഞ കൃതി എഴുതിയത് മറ്റാരുമല്ല, അത് മമ്പുറം തങ്ങൾ എഴുതിയ കൃതിയാണ്. സെയ്ഫുൽ ബത്താർ എന്ന് പറഞ്ഞ കൃതി മമ്പുറം തങ്ങൾ എഴുതിയ കൃതിയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇദ്ദേഹം ആവശ്യപ്പെടുന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് ആര് ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ മമ്പുറം തങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ എവിടെ നടന്നു? നമ്മുടെ മലബാറിൽ നടന്നു. അത് നമ്മുടെ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു കൂട്ടായ പരിശ്രമം കൂടിയായിരുന്നു. മുസ്ലിം വിഭാഗത്തെ ഒരു കുടക്കീഴിലും കൊടിക്കീഴിലും അണിനിരത്തിക്കൊണ്ട് നമ്മുടെ മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1801 1807 ഒക്കെ മാപ്പിള ലഹളകൾ നടന്നു. എന്നാൽ 1844 അദ്ദേഹം മരണപ്പെടുമ്പോൾ ഇദ്ദേഹം ചേരൂർ ലഹള എന്ന് പറഞ്ഞൊരു ലഹളയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ വെച്ചുണ്ടായ മുറിവാണ് മരണ കാരണം എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്ന 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? യമനിൽ ജനിച്ച, കേരളത്തിൽ പ്രവർത്തിച്ച മുസ്ലിം ആത്മീയ നേതാവിന്റെ പേരാണ് മമ്പുറം തങ്ങൾ എന്ന് പറയുന്നു. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനായിട്ട് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. ആ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ആഹ്വാനം ചെയ്ത
നമ്മുടെ മമ്പുറം തങ്ങളുടെ കൃതി എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് സൈഫുൽ ബത്താർ എന്ന് പറഞ്ഞൊരു കൃതി മമ്പുറം തങ്ങളുടേത് ആണ്. ഇനി നമുക്ക് വാടപ്പുറം പി കെ ബാവയെ കുറിച്ച് നോക്കാം. ആരാണ് വാടപ്പുറം പി കെ ബാവ എന്ന് ചോദിച്ചാല് അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴ ജില്ലയിലെ കളപ്പുര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. വാടപ്പുറം എന്ന് വെച്ചാൽ കടപ്പുറം ഏരിയയാണ്, കടലോര മേഖലയാണ്. അവിടെയാണ് 1884 വാടപ്പുറം പി കെ ബാവ ജനിച്ചത്. ഇദ്ദേഹം 1938 അന്തരിക്കുന്നത്. അതായത് ഏകദേശം 54 വയസ്സ് വരെ മാത്രമേ ആര് ജീവിച്ചിരുന്നുള്ളൂ, വാടപ്പുറം പി കെ ബാവ ജീവിച്ചിരുന്നുള്ളൂ. കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗങ്ങളുടെ അവകാശം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് വാടപ്പുറം പി കെ ബാവ എന്ന് പറയുന്നത്. അദ്ദേഹം തിരുവിതാംകൂറുകാരനാണ്. തിരുവിതാംകൂർ എന്നുള്ള നാട്ടുരാജ്യത്തിലാണ് ജനിച്ചത്. ഈ തിരുവിതാംകൂറിലുള്ള കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ട്രേഡ് യൂണിയൻ അദ്ദേഹം രൂപീകരിക്കുവാനായിട്ട് മുൻപന്തിയിൽ വരികയാണ്. അങ്ങനെ ഒരു ട്രേഡ് യൂണിയനൊക്കെ ഇദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. അതാണ് കേരള ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ അതികായൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ട്രേഡ് യൂണിയന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഈ വാടപ്പുറം പി കെ ബാവ എന്ന് പറയുന്നത്. നമ്മുടെ മലയാള നാടിന് പരിചിതമല്ലാതിരുന്നൊരു പദമായിരുന്നു ഘെരാവോ എന്ന് പറഞ്ഞൊരു പദം. ഈ ഘെരാവോ എന്ന നടപടിക്രമം ഇവിടെ ആദ്യമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിച്ചത് ആരാണ്? അത് മറ്റാരുമല്ല, വാടപ്പുറം പി കെ ബാവയാണ്. ഘെരാവോ ഏറ്റെടുത്ത് വിജയിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് വാടപ്പുറം പി കെ ബാവയാണ്. ഇദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കാനുണ്ടായത്. രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രക്തസാക്ഷി ആയതെന്നും കൂടി അറിയണം. തൊഴിലാളികളെയും കർഷകരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയ്ക്ക് ഒരു മാഗസിൻ ഉണ്ടാക്കി. മാഗസിന്റെ പേരായിരുന്നു തൊഴിലാളി എന്ന് പറയുന്ന ഒരു മാഗസിൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ല, തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാരിക ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ തൊഴിലാളി എന്ന് പറഞ്ഞൊരു വാരിക തയ്യാറാക്കുവാനായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ചേതോവികാരം എന്ത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു തൊഴിലാളിയായിരുന്നു. ഇദ്ദേഹം നമ്മൾ കേട്ടിട്ടില്ലേ, ആലപ്പുഴയിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴയിലാണെന്നും അത് ഉത്തരം തിരുനാളിന്റെ കാലത്താണെന്നും ആ കയർ കമ്പനിയുടെ പേരാണ് ഡാറാസ് മെയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഡാറാസ് മെയിൽ എന്നുള്ള കയർ കമ്പനിയിലെ തൊഴിലാളിയായിട്ട് എത്തിപ്പെട്ട ആളാണ് ആര്? നമ്മുടെ വാടപ്പുറം പി കെ ബാവ. അവിടുന്ന് അദ്ദേഹം വളരുകയും പിന്നീട് സൂപ്രണ്ടന്റ് എന്ന പദവിയിലൊക്കെ, അല്ലെങ്കിൽ മൂപ്പൻ എന്ന് പറഞ്ഞ പദവിയിലൊക്കെ അദ്ദേഹം എത്തിച്ചേരുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതിനിടയിൽ അദ്ദേഹത്തിന് എന്താണ്, ഈ കൂടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണർന്നു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, തൊഴിലാളി പ്രസ്ഥാനത്തിലേക്ക് സജീവമായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ആ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാരിക തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആൾക്കാരുടെ ഒരു മാനസികമായ പിന്തുണയുണ്ടായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നു, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് വ്യവസായം നാട്ടിൽ വളർന്നപ്പോൾ, ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായപ്പോൾ, അഭിവൃദ്ധി എന്ന് പറയുന്നത് ഒരു വിഭാഗം മുതലാളികൾക്ക് മാത്രമായി എത്തിപ്പെടുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ അത് ചോദ്യം ചെയ്യുവാനായിട്ട്, തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനായിട്ട് ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് രൂപീകരിക്കുവാൻ തിരുവിതാംകൂറിൽ മുന്നിൽ വന്ന വ്യക്തി എന്ന നിലയിലാണ് വാടപ്പുറം പി കെ ബാവയെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ വാടപ്പുറം പി കെ ബാവയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ തൊഴിലാളി സംഘടനകൾ സജീവമായി. തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് രാജ്യഭരണകൂടം നിർവഹിക്കുന്ന ആ ചുമതലക്കാരുടെ കർത്തവ്യമായതിനാൽ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞ ആ സംഘടന, അല്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മ ഈ സംഘടനയിൽപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തു. അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർച്ച് നടത്തുകയാണ് വാടപ്പുറം പി കെ ബാവ. ആ മാർച്ചിന്റെ മുൻപന്തിയിൽ നിന്ന് വാടപ്പുറം പി കെ ബാവയെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളെയും എല്ലാം പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ആ ക്രൂര മർദ്ദനത്തിനൊടുവിൽ നമ്മുടെ വാടപ്പുറം പി കെ ബാവ മരണപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്? ട്രേഡ് യൂണിയൻ രംഗത്തെ ആദ്യത്തെ രക്തസാക്ഷി, കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന വിശേഷണമാണ് വാടപ്പുറം പി കെ ബാവയ്ക്കുള്ളത്. ഇദ്ദേഹം എവിടുത്തുകാരനാണ്? തിരുവിതാംകൂറുകാരനാണ്. തിരുവിതാംകൂറിലെ ആലപ്പുഴ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം നാട്, ആ നാട്ടിൽ കളപ്പുര എന്ന് പറഞ്ഞ പ്രദേശത്താണ് പി കെ ബാവ എന്ന വ്യക്തി ജനിച്ചത്. ഇദ്ദേഹം തൊഴിൽശാലയിൽ പണിയെടുത്തിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ കമ്പനി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയുടെ പേരാണ് ഡാറാസ് മെയിൽ എന്ന് പറഞ്ഞ കയർ കമ്പനിയുണ്ട്. ആ കയർ കമ്പനിയിൽ അദ്ദേഹം തൊഴിലാളിയായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് പ്രൊമോഷനൊക്കെ കിട്ടി. ആ മാനേജരും വർക്ക് സൂപ്രണ്ടും മൂപ്പനും എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ അദ്ദേഹം വന്നു. അതിനുശേഷമാണ് അദ്ദേഹം എന്താണ്, ആ സംഘടന കൊണ്ട് ശക്തരാവുക എന്നും
വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്നുമുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ മുദ്രാവാക്യങ്ങളിൽ ആകൃഷ്ടനാവുകയും അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപീകരിക്കുകയും ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഘെരാവോ എന്ന് പറഞ്ഞൊരു സമര പരിപാടിയൊക്കെ വാടപ്പുറം പി കെ ബാവ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ വക്താവ് അല്ലെങ്കിൽ കേരള ട്രേഡ് യൂണിയന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വാടപ്പുറം പി കെ ബാവയാണ്. തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് മർദ്ദിക്കുന്ന പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ വാടപ്പുറം പി കെ ബാവയെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹം മരണമടയുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെ കുറിച്ചാണ്. ഒന്ന് മമ്പുറം തങ്ങൾ, അദ്ദേഹം ആത്മീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നുവെങ്കിൽ രണ്ടാമത് പഠിച്ചത് വാടപ്പുറം പി കെ ബാവയെ കുറിച്ചാണ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. രണ്ടുപേരെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.